അതെ, എത്ര വയസ്സായി? 14. ഈ 14 വയസ്സിൽ നിർബന്ധമായി 14 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മള് നല്ലോണം പഠിക്കണം, കട്ടില് ശരിയാക്കണം. കട്ടിൽ ശരിയാക്കണം മീൻസ് ഷീറ്റൊക്കെ വിരിച്ച് ബ്ലാങ്കറ്റ് ഒക്കെ. ഗുഡ് ബോയ്. പിന്നെ റൂം നല്ലോണം വൃത്തിയാക്കി സൂക്ഷിക്കണം, ഹൈജീൻ, അതൊക്കെ അല്ലേ? അതൊക്കെ ഉണ്ട്. അത് ലൈഫിന്റെ ഭാഗമാണ്. പക്ഷേ ആസ് എ പേഴ്സൺ, അതാണ് ഞാൻ ചോദിച്ചത്, ആസ് എ പേഴ്സൺ നമ്മൾ ഈ പ്രായത്തിനുള്ളിൽ മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ ഈ പ്രായത്തിനുള്ളിൽ നിർബന്ധമായും കൈവരിച്ചിരിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയട്ടെ. ഒന്നാണ്, 2 പേര് തമ്മിലുള്ള വഴക്ക്, അല്ലെങ്കിൽ ഇപ്പൊ മോനും ഒരു ഫ്രണ്ടും അല്ലെങ്കിൽ മോനും ഉമ്മയോടോ വാപ്പയോടോ എന്തെങ്കിലും പറയാനുണ്ട്, അപ്പോ അത് കാമായിട്ട് പറയാൻ പറ്റണം. ഡോണ്ട് ഷൗട്ട് ഓൺ ഇറ്റ്. കിടന്ന് ഒച്ച വെച്ച് അലറി അണ്ണാക്കി വെച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഈ ഏജിനുള്ളിൽ മനസ്സിലാക്കിയില്ലേ നമുക്കത് ഒരിക്കലും കിട്ടില്ല എന്നാണ് വിവരമുള്ളവരൊക്കെ പറയുന്നത്. വലുതാവുമ്പോൾ നമ്മൾ ഭാര്യയെ പീഡിപ്പിച്ചു, ഒച്ച വെച്ച് മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്ക് ഷൗട്ട് ചെയ്യാതെ ഒന്നും പറയാൻ പറ്റില്ല. ദേഷ്യം വന്നാൽ അപ്പം ഷൗട്ട് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. ദേഷ്യം വന്നാൽ നമുക്ക് പറയാനുള്ള നമ്മൾ കാമായിട്ട് പറയാം. നമ്പർ 1. നമ്പർ 2 എന്താണെന്നറിയാം? ഒരാളോട് ഒരു തെറ്റ് ചെയ്തെന്ന് പോയ അങ്ങ് സോറി പറയണം. നമുക്ക് നമ്മളൊക്കെ തോന്നുകയാണ് അത് തെറ്റാണ്, ഐ ഷുഡ് അപ്പോളജൈസ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോയി അങ്ങ് സോറി പറയണം. അല്ലാതെ അയാൾ എന്നോട് സോറി പറ എന്ന് പറയാൻ നിൽക്കരുത്. ഓക്കെ, അതൊരു ഭയങ്കര നല്ല ക്വാളിറ്റി അല്ലേ അത്. പിന്നെ ഒരു കാര്യം, നിങ്ങളിപ്പോ ഫ്രണ്ട്സ് ഒരു പിയർ ഗ്രൂപ്പിന്റെ ഇടയിലാണ് ജീവിക്കുന്നത് അല്ലേ? അപ്പൊ ഇവർക്കൊരു ഈ പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എടാ വാടാ അത് ചെയ്യണം, എടാ ഇത് ചെയ്യണം, എടാ മറ്റേത് ചെയ്യണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഫ്രണ്ട്സുമായിട്ട് ഒരു അതിർവരമ്പുണ്ടാവണം. എല്ലാത്തിലേക്കും കയറി വരാൻ ഫ്രണ്ട്സിനെ അലോ ചെയ്യരുത്. ഫ്രണ്ട്സാണ്, ഭയങ്കര ക്ലോസ് ആണെന്ന് പറഞ്ഞ് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റണം. അത് ബൗണ്ടറി സെറ്റ് ചെയ്താൽ സാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമുക്ക് ഓവർവെൽംഡ് ആയിപ്പോയി, നമുക്കൊരു പ്രശ്നമുണ്ടായി മാനസികമായിട്ട് നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായ ആസ്ക് ഫോർ ഹെൽപ്പ്. അത് ഫ്രണ്ട്സിനോടോ പാരൻസിനോടോ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം തോന്നുന്ന ആൾക്കാരോടോ ആസ്ക് ഫോർ ഹെൽപ്പ്. അതൊരു കുറച്ചിലായി കാണരുത്. ഇതൊക്കെ ഈ ഏജ്, അതായത് ഈ പറയുന്ന 14 വയസ്സിനിടയിൽ നമ്മൾ അക്വയർ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫ് ലോങ് അത് ഉണ്ടാവുള്ളൂ എന്നാണ് വിവരമുള്ളവർ പറയുന്നത്. ഓക്കെ. അല്ല, ബെഡ് വിരിച്ചിടുന്നതും ഫുഡ് കഴിച്ച് കൈ കഴുകുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗ. പിന്നെ ഒരു കാര്യം പറയട്ടെ, വലുതായി കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും ബൈക്ക് നമ്മൾ കടം മേടിച്ചു, തിരിച്ചു കൊടുക്കുമ്പോൾ അത് ഫുൾ പെട്രോൾ അടിച്ചു കൊടുക്കണം. അങ്ങനത്തെ ശീലങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു ദിവസം പറയാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ.